ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാട ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കാട ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കാട ബിരിയാണിക്കായിട്ട് ഞാൻ 4 കാടയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ നടുവിൽ നിന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ 8 പീസ് കാടയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ആക്കി ഉള്ളിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ഇതുപോലെ എടുക്കാം. അതിനുശേഷം ഓരോ കാടയിലേക്ക് എടുത്തിട്ട് ഇതങ്ങ് പുരട്ടി കൊടുക്കണം നല്ലപോലെ കാടയുടെ എല്ലാ ഭാഗത്തും. അപ്പോൾ കാടയിൽ ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. സമയമില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വെച്ചാലും മതി. ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് മാരിനേറ്റ് ആയി കിട്ടും. അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് ഞാനിവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 30 മിനിറ്റോളമൊക്കെ കുതിർത്തി എടുത്താൽ മതി. കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാടയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഒരുപാടങ്ങ് വടി പോലെ ആക്കി എടുക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഇറച്ചിയൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വടിയാക്കി എടുക്കരുത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങി കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കാട കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കാടയും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 6 പച്ചമുളക്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണ്. അതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ 1.5 ടീസ്പൂണോളം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വരട്ടെ തക്കാളിയൊക്കെ. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇനി വേവാനുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ ഇട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ചെറിയൊരു പുളിയുള്ള തൈരാണ്. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ മതി. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ കാട നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ മസാലയിലേക്ക് കാടയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാലയിൽ കാടയുടെ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് ഈ ഒരു സമയം കൊണ്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ നമ്മളുടെ കാട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് മൂടിയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ചേറെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ബേ ലീഫ്, 3 കഷ്ണം പട്ട, ഒരു 10 ഗ്രാമ്പു, 10 ഏലക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഉപ്പ് ഒരു 2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ.
ഇപ്പം ഞാൻ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അരി എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കട്ടിക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് അത് പരന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടില്ല. ഒരു 80% കുക്കായിട്ടുണ്ട്. ബാക്കി ദം ചെയ്യുന്ന സമയത്ത് കുക്കാകും. അപ്പോൾ ഇതങ്ങ് ഊറ്റിയെടുത്തേക്കാം. അപ്പോൾ ഇനി ഏത് പാത്രത്തിലേക്കാണോ ദം ചെയ്യുന്നത് അതിലേക്ക് നമ്മളുടെ കാട മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കൂട്ടി വെച്ച് കൊടുക്കരുത്, ഇങ്ങനെ നിരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒരു ലെയർ റൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ കാട വെച്ചതിന് ശേഷം കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ സെക്കൻഡ് ലെയർ ആയിട്ട് മസാല മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്ത സവാളയും പിന്നെ കാഷ്നട്ടും പിന്നെ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മുകളിലും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത സവാളയും കാഷ്നട്ടും മുന്തിരികളും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാഷ്നട്ടും മുന്തിരിയും നെയ്യിലാണ് വറുത്തത്. ആ ഒരു നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കാണും. അത് കൂടാതെ ഒരു 2 ടേബിൾ സ്പൂണോളം കൂടി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. വേണമെങ്കിൽ മൈദ കൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും നന്നായിട്ട് തന്നെ ദമ്മായി കിട്ടും. അതിനുശേഷം ഒരു ദോശക്കല്ല് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പാൻ എടുത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് ദം ചെയ്തെടുക്കുക. അപ്പം ടോട്ടൽ 35 മിനിറ്റ്. അതും കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി. അപ്പോൾ എന്തായാലും അത്രയും സമയം ഒന്ന് കഴിഞ്ഞ് വരട്ടെ. ഇത് നന്നായിട്ട് ദമ്മായി വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു 35 മിനിറ്റും കഴിഞ്ഞു. അതും കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. കണ്ടെന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് നിൽപ്പുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മളിങ്ങനെ ഇളക്കിയെടുക്കാൻ. അല്ലാതെ നടുക്കുന്നത് കുത്തി ഇളക്കരുത്. കാരണം നന്നായിട്ട് കാടയേക്കാളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ റൈസ് ആണെങ്കിലും എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കിടക്കുന്നത്. വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് റൈസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഒന്ന് സെർവ് ചെയ്യാം. ആ ഒരു പ്ലേറ്റിലേക്ക് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അടിപൊളി കാട ബിരിയാണി. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കാട ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാട ബിരിയാണി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.